ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികത്തിൻ്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്ക പരിപാടിക്ക് രാജ്യമെങ്ങും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരങ്ക യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും പുരോഗമിക്കുകയാണ്. ഹർ ഘർ തിരങ്കയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ മുൻപ് തന്നെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. നിലവിലെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നിയമചട്ടക്കൂട് നവീകരിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. നികുതി നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇതിനകം തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത ശേഷം തിരിച്ചയക്കുകയായിരുന്നു. 2026 ആദായ നികുതി ഭേദഗതി ഓർഡിനൻസിന് പകരമായാണ് ബിൽ കൊണ്ടുവരുന്നത്. ട്രൈബ്യൂണൽസ് റിഫോംസ് ബില്ല് 2026 ലോക്സഭ പാസാക്കി. ട്രിബ്യൂണലുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ബിൽ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. പെട്രോളിലെ എഥനോൾ മിശ്രണത്തിന്റെ അളവ് 20% കൂടുതലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എഥനോൾ മിശ്രണത്തിന്റെ തോത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഏതൊരു തീരുമാനവും വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ എടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. E20 പെട്രോൾ സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൗതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെയും വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെയും വീടുകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. എല്ലാ പിന്തുണയും കുടുംബങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാറ്റിവെച്ച സംസ്ഥാന എലിജിബിലിറ്റി ടെസ്റ്റ് സെപ്റ്റംബർ 20 നടത്തും. ആഗസ്റ്റ് 2 നടത്താൻ നിശ്ചയിച്ചിരുന്ന സെറ്റ് പരീക്ഷയാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചത്. ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന പ്രചാരണം വ്യാജമെന്ന് ഭക്ഷ്യവകുപ്പ്. ഓരോ കാർഡിനുമുള്ള റേഷൻ അരി വിഹിതം കുറയ്ക്കുകയോ വില കൂട്ടുകയോ ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യ US നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. കൊളംബിയയിൽ അതിശക്തമായ ഭൂകമ്പം. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പടിഞ്ഞാറൻ കൊളംബിയയിലും ഇക്വഡോറിലുമാണ് അനുഭവപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.